അനിയെ തല്ലി നന്ദു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പത്തരമാറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ നന്ദുവല്ല സത്യത്തിൽ തല്ലുന്നത് ജാനകിയാണെന്ന് കാണാം. അതായത് ജാനകിയാണെങ്കിൽ അനിയെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. എടാ നീ ഇതെന്ത് ഭാവിച്ചാണ്? നീ എന്തിനാണ് നിൻ്റെ ഏട്ടനായ ആദർശിന് വെറുതെ MD സ്ഥാനമൊക്കെ ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്? എന്ത് ആവശ്യകതയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. എൻ്റെ അമ്മേ, എന്തിനെങ്ങനെ ആവശ്യമില്ലാതെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഞാനും ഏട്ടനും രണ്ടല്ല ഒന്നാണെന്നറിയില്ലേ? കൂടാതെ എനിക്ക് ഏട്ടൻ്റെ അത്ര കഴിവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഏട്ടൻ സഹായിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാൾ MD കസേരയിൽ പിടിച്ചു നിന്നത്. ഏട്ടൻ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നേട്ടങ്ങളൊന്നും കമ്പനിക്ക് വേണ്ടി നേടിക്കൊടുക്കാനായിട്ട് കഴിയില്ല. അതാണ് സത്യം എന്ന് പറയുന്നു. എൻ്റെ ഏട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നു. ആദർശേട്ടന് MD കസേര കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അത് കേട്ടതും ജാനകിയാണെങ്കിൽ അനിയുടെ കരണത്ത് തല്ലിയിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ എന്തോരം അഹങ്കരിച്ചെന്നറിയോ? എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മളെ അറിയാവുന്ന ബന്ധുക്കാരോടൊക്കെ പറഞ്ഞു, വളരെയധികം തല ഉയർത്തി നിൽക്കുകയായിരുന്നു. ഈ സമയമാണ് നീ ഇങ്ങനെയൊരു ചതി ചെയ്തത്. എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എന്നെ നാണം കെടുത്താൻ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ എന്തിനത് എല്ലാവരോടും പറയാനായിട്ട് പോയത്? എന്ത് കാര്യമുണ്ട് അമ്മയ്ക്ക് ഇത് എല്ലാവരോടും പറയാനായിട്ട്? വെറുതെ ആവശ്യമില്ലാതെ ഓരോരുത്തരോട് പറഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നു. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ജാനകിയുടെ അടുത്ത് അജയൻ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ അനിയും പറയുന്നുണ്ട്, എന്തിനാണ് അമ്മ ഇത്രയും അത്യാഗ്രഹം കാണിക്കുന്നത്? അമ്മ ഒരു കുറഞ്ഞ വീട്ടിൽ നിന്നല്ലേ വന്നത്? വല്യമ്മയാണെങ്കിൽ വലിയ വീട്ടിൽ നിന്നും. എന്നിട്ട് വല്യമ്മ ഞങ്ങളെ ഇതുവരെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. അമ്മയുടെ ചിന്താഗതി തെറ്റാണ് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അവരൊക്കെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കാൻ പഠിച്ചവരാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മേ, അതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ്. അമ്മയുടെ മനസ്സിൻ്റെ ഇരുണ്ടത് കാരണമാണ് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് നമ്മുടെ അനി ജാനകിയുടെ മുഖത്ത് നോക്കി പറയുന്നത് കാണാൻ സാധിക്കും. അല്ല, അച്ഛൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. നിൻ്റെ അല്ല അച്ഛൻ, നിൻ്റെ അതേ സ്വഭാവമായിരിക്കില്ലേ, അതിപ്പോൾ പറയാനൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അത് കേട്ടതും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും എനിക്ക് കരണത്തൊരു അടി കിട്ടുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.